നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 9/1/2024 ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം. ഇന്ന് PSC 8 ഷോർട്ട് ലിസ്റ്റുകളും 8 റാങ്ക് ലിസ്റ്റുകളുമാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ ഷോർട്ട് ലിസ്റ്റ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിലേക്കുള്ള ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കാറ്റഗറി നമ്പർ 9/2022. 12/6/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 47.33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 60 പേരുമാണുള്ളത്. ആകെ 70 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, കാറ്റഗറി നമ്പർ 429/2022. 21/7/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 55.33 മാർക്കാണ്. 10 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ധീവര വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, കാറ്റഗറി നമ്പർ 431/2022. 21/7/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 52.33 മാർക്കാണ്. 10 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള AC പ്ലാന്റ് ഓപ്പറേറ്റർ, ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ഈ തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റിൽ 3 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, കാറ്റഗറി നമ്പർ 524/2022. 7/6/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 62.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 48 പേരുമാണുള്ളത്. ആകെ 58 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആറാമത്തെ ഷോർട്ട് ലിസ്റ്റ് എറണാകുളം ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 714/2022. 12/6/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 51.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 50 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 62 പേരുമാണുള്ളത്. ആകെ 112 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. ഏഴാമത്തെ ഷോർട്ട് ലിസ്റ്റ് തൃശൂർ ജില്ലയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് 1 ഡയറക്ട് റിക്രൂട്ട്മെന്റ്, മെയിൻ ലിസ്റ്റിൽ 53 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 28 പേരുമാണുള്ളത്. ആകെ 81 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 16/1/2023 എൻട്രൻസ് ടെസ്റ്റ് നടന്നത്. 8 ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എട്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, കാറ്റഗറി നമ്പർ 27/2022. മെയിൻ ലിസ്റ്റിൽ 34 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 26 പേരുമാണുള്ളത്. ആകെ 60 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 5 ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം. ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 193/2020. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻഫർമേഷൻ ടെക്നോളജി, മെയിൻ ലിസ്റ്റിൽ 15 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 45 പേരുമാണുള്ളത്. ആകെ 60 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 670/2021. എറണാകുളം ജില്ലയിലെ NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് SC/ST വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എമംഗ് എക്സ് സർവീസ്മാൻ ഉള്ളി. 20 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 748/2021. കൊല്ലം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സീനിയർ ടീച്ചർ ഹൈസ്കൂൾ വിഭാഗം, മെയിൻ ലിസ്റ്റിൽ 9 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 4 പേരുമാണുള്ളത്. ആകെ 13 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 8 ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 526/2019. കൊല്ലം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ വിഭാഗം, മെയിൻ ലിസ്റ്റിൽ 18 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 17 പേരുമാണുള്ളത്. ആകെ 35 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 4 ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 194/2020. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മെയിൻ ലിസ്റ്റിൽ 15 പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ 49 പേരുമാണുള്ളത്. ആകെ 64 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 2 ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആറാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 614/2021.
വയനാട് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 18 പേരുമാണുള്ളത്. ആകെ 28 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSC യിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 7ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 748/2021. ആലപ്പുഴ ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സ്വിംഗ് ടീച്ചർ ഹൈസ്കൂൾ വിഭാഗം. മെയിൻ ലിസ്റ്റിൽ 13 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 29 പേരുമാണുള്ളത്. ആകെ 42 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 11 ഒഴിവുകളാണ് ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 614/2021. മലപ്പുറം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃത്. മെയിൻ ലിസ്റ്റിൽ 12 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 35 പേരുമാണുള്ളത്. ആകെ 47 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 3 ഒഴിവുകളാണ് PSC യിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും. ഇന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.